ഹലോ, ഇന്ന് ചിത്തിര ദിവസം ഞാൻ ഓണസദ്യ ഉണ്ടാക്കിയിരുന്നില്ലേ. സോഹാറിലെ കഹാനി റെസ്റ്റോറൻറ്റ് ഇന്ന് ഓണസദ്യ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചിരുന്നേ. ഞങ്ങളും പ്രകാശാട്ടനും ദേവുമാണ് പോയത്. സോഹാറിലെ കുറേ പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു തോന്നും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു, എല്ലാവരും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ മാനേജറും അതിൻ്റെ ഓണറും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് സംസാരിച്ചു. പിന്നെ ഇതേ ഷെഫ് സക്കീർ അവരൊക്കെ ഉണ്ടായിരുന്നു. ഹോളൊക്കെ കാലിയാണ്. ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. സദ്യയൊക്കെ ഇത് ഹരീഷ് ഭായിയാണ്. സദ്യ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. പാൽപ്പായസവും അടപ്രഥമനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. പായസമൊക്കെ സൂപ്പറായിരുന്നു. അതേപോലെ കറികളും എല്ലാം നമ്മുടെ സ്റ്റൈൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ മോനും വന്നു, അവനും കഴിച്ചിട്ട് പോയി. അങ്ങനെ ഇന്നത്തെ സദ്യ കഹാനിയുടെ വകയായിരുന്നു. ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇപ്രാവശ്യത്തെ ഓണസദ്യ കഹാനിയുടെ കൂടെ ആവാമെന്ന്. കാരണം ഞാനിവിടെ ഉണ്ടാക്കുന്നില്ല, എല്ലാ വർഷവും വീട്ടിലാണ് ഉണ്ടാക്കാറ്. ഈ വർഷം ഞാൻ കരുതി എന്തായാലും കഹാനിയിൽ പോയിട്ട് ഓണസദ്യ കഴിക്കാമെന്ന്. അപ്പം ഞങ്ങളും കഹാനിയിൽ ഓർഡർ കൊടുക്കുവാണ് ഈ വർഷത്തെ ഓണസദ്യക്ക്. അപ്പം നിങ്ങളെല്ലാവരും കഹാനിയിൽ പോയി ഓണസദ്യ കഴിക്കണേ. സൂപ്പറാണ് അവിടുത്തെ സദ്യ. ഇന്നത്തെ സദ്യ സൂപ്പറായിരുന്നു. അപ്പോൾ ഓണസദ്യ ഇതിലും ഗംഭീരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇന്നത്തെ സദ്യ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് കഴിച്ചു. ഞങ്ങൾ സദ്യ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. ആ സമയമാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ ഓണസദ്യ കഴിക്കുന്നുണ്ടായിരുന്നത്. ഇവരെയൊക്കെ നല്ല പരിചയമുണ്ട് ഞങ്ങളിടയ്ക്ക് പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് അവരോടൊക്കെ കുറച്ച് സമയം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നാളത്തെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ബായ്.